എം പ്രകാശൻ മാസ്റ്റർ, എം സ്വരാജ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടി നിലമ്പൂരിലെ രാഷ്ട്രീയ കളമാകെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ എം സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി വലിയ ആവേശം നിങ്ങളുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിലമ്പൂരിൽ വലിയ രോമാഞ്ചമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന പ്രകടനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എം സ്വരാജ്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസിനേറ്റിട്ടുള്ള ഏറ്റവും കടുത്ത ഒരടിയാണ് ഇന്ന് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്ര വലിയ ആവേശമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രമല്ല, ഈ പ്രദേശത്തെ ചെറുപ്പക്കാരിൽ, അതുപോലെ കടുത്ത രാഷ്ട്രീയം പ്രകടമായ നിലക്ക് പ്രകടിപ്പിക്കാത്ത ആളുകളിൽ, അവരിലൊക്കെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവേശം അത്ഭുതാർഹമാണ്. നിലമ്പൂരിൽ നിന്ന് നേരിട്ട് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം വരെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ കാരണക്കാരനും തെരഞ്ഞെടുപ്പിന് ആധാരമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ അടക്കം ഒന്നിച്ച പോരാട്ടം നടത്തി UDFൻ്റെ ഭാഗമായി നിന്ന അൻവർ UDFൻ്റെ സ്ഥാനാർത്ഥിയെയും UDFിനെയും കോൺഗ്രസിനെയും അടച്ചാക്ഷേപിക്കുന്ന കാഴ്ച അതാണല്ലോ ഈ കഴിഞ്ഞ 3 ദിവസക്കാലമായിട്ട് നമ്മൾ കണ്ടത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിൽ നിന്നാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ചില ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അവർ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ സ്ഥിരമായിട്ട് ഈ സ്വതന്ത്രന്മാരെ തിരയുന്നു, നിങ്ങൾ ഡോക്ടർമാരെ തിരയുന്നു, നിങ്ങൾക്ക് പാർട്ടിയുടെ ആളുകളെ നിർത്താൻ ധൈര്യമുണ്ടോ? ഇതെല്ലാമായിരുന്നല്ലോ കഴിഞ്ഞ 3 ദിവസക്കാലമുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ ഈ ചർച്ചകളിൽ ചാനലിൽ വന്നിട്ട് ചോദിച്ച ചോദ്യം. ഇവിടെ കൃത്യമായ നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറഞ്ഞിരിക്കുന്നു. കേരളമാകെ അറിയുന്ന, കേരളമാകെ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് മികവാർന്ന നിലക്ക് തൻ്റെ സ്ഥാനം നേടിയെടുത്തിരിക്കുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം യുവജനങ്ങൾക്കിടയിൽ സർവാദരണീയനായ സ്വീകാര്യനാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ കൃത്യമായ നിലക്ക് നിലപാടുകളുള്ള, ആ നിലപാടുകൾ നല്ല ആശയവ്യക്തതയോടെ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന, ചർച്ചകളിൽ കൃത്യമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന, യുവജനങ്ങളെല്ലാം ഒരു രോമാഞ്ചമായിട്ട് അനുഭവിക്കുന്ന MLA ആയ സമയത്ത് എത്ര ശക്തമായ നിലക്ക് തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ചെറുക്കാൻ മുന്നോട്ടേക്ക് വന്നുവെന്ന് തെളിയിച്ചിട്ടുള്ള സ്വരാജ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചെറുതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ അടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ഏറ്റുവാങ്ങിയത്. ഇവിടെ CPMന് സ്ഥാനാർത്ഥികൾ നിർത്താൻ ധൈര്യമില്ല, ഇവിടെ സ്വതന്ത്രന്മാരെ തേടി നടക്കുന്നു, നിങ്ങൾക്ക് സ്വതന്ത്രന്മാരെ ഇനിയും കിട്ടിയില്ലേ എന്നെല്ലാം ഇന്നലെ വരെ ചോദിച്ച ആളുകളാണ്. ഇന്നിപ്പോൾ സ്വരാജ് നിർത്തിയിൽ എന്താണ് അത്ഭുതമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുകയാണോ? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 3ാം ഊഴത്തിൻ്റെ തുടക്കമാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് പിന്നിട്ട 9 വർഷക്കാലമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 2ാം ഘട്ടത്തിലെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്ന സമയത്ത് അതിലുണ്ടായിരിക്കുന്ന ജനപങ്കാളിത്തം, അതിൻ്റെ പരിപാടിയിൽ ആളുകൾ കാണിച്ചിരിക്കുന്ന വമ്പിച്ച ആവേശം, ഇന്നലെ വരെ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ധാരാളം ജനവിഭാഗങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതിന് ഒരുപാട് ദൃശ്യചിത്രങ്ങൾ, ഇവയെല്ലാം കണ്ടുകൊണ്ടുകൂടിയാണ് ഗോവിന്ദ മാഷ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചത്. ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്താ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെടും എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്കറിയാം. പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാർ പേര് നടന്ന അൻവറാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം മറ്റ് പാർട്ടികളിലേക്ക് ചേക്കാറുന്നതാണ് പറയുന്ന അൻവറാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാനാർത്ഥി ആകുമായിരുന്നില്ല. ഇവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതിനെല്ലാം മറുപടി പറയേണ്ട ഗതികേടിലല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി എന്താ കോൺഗ്രസ്സുകാർ വിചാരിച്ചത്? ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ മേനി ഈ കേരളത്തിലാകത്തിനെ പ്രകടിപ്പിക്കാം എന്ന് വിചാരിച്ച ആളുകൾക്ക് അത് ഒരു കാരണവശാലും അനുഭവിക്കാനാവാത്ത ഒരു ദുർഗതിയിലല്ലേ കോൺഗ്രസ് ചെന്നുപെട്ടത്. ഇവിടെ എന്താണ് ഇവിടെ അൻവർ തീരുമാനിക്കാൻ പോകുന്നത്? ഇതിന് മേലെയാണല്ലോ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ആകെ ചർച്ച. അത് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ അനായാസേന
ഇവിടെ അൻവറിനെ കൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിച്ച് അദ്ദേഹത്തിൻ്റെ കൂടി പിൻബലത്തോടെ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്താം എന്നെല്ലാം വിചാരിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ള കോൺഗ്രസിനെ അവർക്ക് ഒരു കാരണവശാലും അത് അനായാസമല്ല, എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയ ഒന്നാണ് ഈ കഴിഞ്ഞ 4 ദിവസക്കാലം. അതിൽ അവരേറ്റിരിക്കുന്ന ഏറ്റവും കടുത്ത ആഘാതമാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം, കോൺഗ്രസിനെ അറിയുന്നവർക്കറിയാം. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വമ്പിച്ച നിലക്കുള്ള ജനപിന്തുണ വലിയ അങ്കലാപ്പോട് കൂടിയാണ് UDF വൃത്തങ്ങൾ ഈ മണ്ഡലത്തിലടക്കം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്താ പ്രത്യേകത എന്നെല്ലാം പറയുന്നത് വീൺവാക്കുകളാണ്. അവർക്ക് നല്ലതുപോലെ അങ്കലാപ്പുണ്ടാക്കുന്ന, അവർക്ക് നല്ലതുപോലെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അത് കൂടുതൽ കരുത്തേറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്നിരിക്കുന്നത്. സാർവത്രിക സ്വീകാര്യതയിലേക്ക് സ്വരാജ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ചുരുക്കം മണിക്കൂറുകളിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിലാകത്തിന് വിളംബരം ചെയ്യുന്നത്. സാർവത്രികമായ പ്രകടനമാണ്. പ്രകാശ് മാസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. രണ്ട് പ്രകടനം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്.